ഹലോ, നമ്മുടെ കൾച്ചറൽ സെൻറ്ററിലെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അങ്ങനെ എക്കോസിസ്റ്റം കണ്ടിറങ്ങിയ നമ്മൾ രണ്ടാമത് പോയത് അവർ എർത്ത് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഭൂമിയെക്കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇവിടുന്ന് കിട്ടും. അതുമാത്രമല്ല പലതരത്തിലുള്ള വേവ്സുകൾ, അതിൻ്റെ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഭൂമിയിൽ കാണുന്ന പലതരത്തിലുള്ള രത്നങ്ങൾ, പേൾസുകൾ, ഈ ഓയിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഓയിൽ കുഴിച്ചെടുക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസും ഇവിടുന്ന് കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഓഷൻ ഫ്ലോറിലോട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് എർത്ത് ക്വേക്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക, അതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു അനുഭവമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ചിട്ട്, നമ്മുടെ പ്ലാനറ്റിനെ കുറിച്ചിട്ട്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമാത്രം നമ്മുടെ സീസൺസിനെ കുറിച്ചിട്ട്, എങ്ങനെയാണ് സീസണുകൾ ഉണ്ടാവുന്നത്, ഏതൊക്കെ സീസൺസ് ഉണ്ട്, ഇക്കണോക്സ് എന്താണ്, പിന്നെ നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ ഇതൊക്കെ കണ്ടിറങ്ങിയ നമ്മൾ പിന്നെ പോയത് ഒരു വളരെ വലിയൊരു ഡൈനോസർ വേൾഡിലേക്കാണ് കേട്ടോ. നമ്മുടെ ഭയങ്കര ഹ്യൂജായ ഡൈനോസേഴ്സിൻ്റെ സ്റ്റാച്യൂസൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. അതുമാത്രമല്ല വർഷങ്ങൾക്ക് മുന്നേ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന പലതരം റെപ്റ്റൈൽസിൻ്റെയും മാമൽസിൻ്റെയും എല്ലാം സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട്. അങ്ങനെ അതും വളരെ വലിയ സൈസിലാണ് കേട്ടോ ഇതെല്ലാം ഉള്ളത്. അവരുടെയൊക്കെ പലതരത്തിലുള്ള ഇമേജസും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു ഏരിയ ആണ് കേട്ടോ അത്. അങ്ങനെ അതിനുശേഷം നമ്മൾ അടുത്തത് പോയത് മൂന്നാമത്തെ മ്യൂസിയം ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റോബോട്ടിക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് എവല്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പണ്ടുണ്ടായിരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ മുതൽ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് വരെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഇന്നേ വരെ കാണാത്ത പലതരത്തിലുള്ള വാഹനങ്ങളും എനിക്കിവിടെ കാണാൻ പറ്റി. വാഹനങ്ങൾ മാത്രമല്ല, അതിൻ്റെ എൻജിൻസ്, അതിൻ്റെ മെഷീനറീസ്, അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോയത് റോബോട്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അത് റോബോട്ട്സിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസും അതിൻ്റെ ഡെമോൺസ്ട്രേഷനും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ കൾച്ചറൽ സെൻറ്റർ നമുക്ക് തരുന്നത്. തീർന്നിട്ടില്ല, ബാക്കി വിശേഷങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.